വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 9, 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അപ്പം വർദ്ധിപ്പിക്കുന്നു. അപ്പോസ്തലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചു. അവൻ ബെത്സൈദ എന്ന പട്ടണത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ഇതറിഞ്ഞ് ജനങ്ങൾ അവന്റെ പിന്നാലെ ചെന്നു. അവൻ അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെപ്പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ 12 പേരും അടുത്തുവന്ന് അവനോട് പറഞ്ഞു, നാം വിജനപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവൻ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മത്സ്യവും മാത്രമേയുള്ളൂ. ഈ ജനങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം. അവിടെ ഏകദേശം 5000 പുരുഷന്മാർ ഉണ്ടായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, 50 വീതം പന്തികളാക്കി ജനങ്ങളെ ഇരുത്തുവിൻ. അവർ അങ്ങനെ ചെയ്തു. എല്ലാവരെയും ഇരുത്തി. അപ്പോൾ അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ശിഷ്യന്മാർക്ക് നൽകുന്ന പ്രായോഗിക പരിശീലനം. ജനങ്ങളുടെ ഇടയിലേക്ക് അയക്കപ്പെട്ട ശിഷ്യന്മാർ അവരെ ഭരമേൽപ്പിച്ച ദൗത്യം സാധിക്കുന്നത്ര ആത്മാർത്ഥതയോടുകൂടെ പൂർത്തിയാക്കിക്കൊണ്ട് അവരെല്ലാവരും യേശുവിന്റെ പക്കലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. തങ്ങളുടെ അനുഭവങ്ങൾ വളരെ ആവേശത്തോടും ഉത്സാഹത്തോടും കൂടെ യേശുവുമായിട്ട് പങ്കുവെക്കുന്നു. യേശു അവരുടെ പങ്കുവെപ്പ് സശ്രദ്ധം ശ്രവിച്ചതിന് ശേഷം അവർക്ക് നൽകേണ്ട നിർദ്ദേശങ്ങളും അവർക്കാവശ്യമായ പ്രോത്സാഹനവും നൽകിയതിനെ തുടർന്ന് ബെത്സൈദ എന്ന് വിളിക്കുന്ന ഒരു പട്ടണത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അല്പം ഒരു റിലാക്സേഷന് വേണ്ടിയുള്ള ചെറിയ ഒരു പിക്നിക് എന്ന രീതിയിലും അതിനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ശിഷ്യന്മാര് യേശുവിനോടൊപ്പം അവിടെ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ജനങ്ങൾ അവരുടെ സാന്നിധ്യത്തിലേക്ക് ഓടിക്കൂടുകയാണ്. കാരണം അതിനകം തന്നെ ശിഷ്യന്മാരെ ജനങ്ങള് പരിചയപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് സമീപ പ്രദേശത്തിൽ നിന്നൊക്കെ ആളുകൾ ധാരാളം ബെത്സൈദ പട്ടണത്തിലേക്ക് അവരുടെ സാന്നിധ്യം അന്വേഷിച്ചുകൊണ്ട് തന്നെ വന്നെത്തുന്നു. യേശു അവരെയൊക്കെ സ്വീകരിച്ച് അവരെയൊക്കെ ഇരുത്തി ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ തന്റേതായിട്ടുള്ള ഉൾക്കാഴ്ചകൾ അവരുമായിട്ട് പങ്കുവെക്കുന്നു. അവരിൽ രോഗികളായിരിക്കുന്ന ആളുകളെ സൗഖ്യപ്പെടുത്താൻ യേശു മറന്നില്ല. അങ്ങനെ എല്ലാ തരത്തിലും അവരുടെ ഇടയിൽ തന്റെ ശിഷ്യന്മാരുടെ സഹകരണത്തോടുകൂടെ പ്രവർത്തന നിരതമാകുന്ന യേശുവിനെയാണ് നാം അവിടെ കാണുക. സമയം രാത്രിയായി. അതൊരു വിജനമായിട്ടുള്ള ഒരു പ്രദേശം, പട്ടണത്തിന്റെ പ്രാന്തപ്രദേശത്തായിരിക്കും അവരെ സമ്മേളിച്ചു കാണുക. അതുകൊണ്ട് ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്ന് പറയുകയാണ്, സമയം രാത്രിയായി, ഇനി ഈ ജനങ്ങളെ നമ്മൾ പറഞ്ഞയക്കുകയല്ലേ നല്ലത്. അവർക്ക് ഭക്ഷണം കഴിക്കാനും ഒന്നും ഉണ്ടാകില്ല. ഇവിടെ നമ്മുടെ കൈവശം ഒന്നുമില്ല. അതുകൊണ്ട് ഇനി അവര് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും വീടുകളിലേക്കും തിരിച്ചു പോയിക്കൊള്ളട്ടെ എന്ന രീതിയിൽ ശിഷ്യന്മാർ യേശുവിനെ ഓർമ്മിപ്പിക്കുന്നു. യേശു അതിന് ഉത്തരമായിട്ട് ശിഷ്യന്മാരോട് പറയുന്നു, അങ്ങനെയല്ല, അവർക്ക് നാം ഭക്ഷണം കൊടുക്കണം. അവർ പലരും ക്ഷീണിതരാണ്. അപ്പോൾ ശിഷ്യന്മാർ വീണ്ടും യേശുവിനോട് പറയുന്നു, ഈ ഇത്രയും വലിയ ജനാവലിക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മുടെ കൈവശം ഒന്നുമില്ലല്ലോ. ആകെ ഉള്ളത് 5 അപ്പവും 2 മീനുമാണ്. യേശു അത് കേട്ടിട്ട് പറയുന്നു, നിങ്ങളുടെ കൈവശം ഉള്ളത് എന്റെ അടുത്തേക്ക് കൊണ്ടുപോവാം. അവരുടെ കൈവശമുണ്ടായിരുന്ന ആ 5 അപ്പവും 2 മീനും യേശുവിന്റെ സമീപത്തേക്ക് കൊണ്ടുവരപ്പെടുന്നു. യേശു അവ കൈകളിൽ ഏന്തിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി
തന്റെ പിതാവുമായിട്ട് സംവദിച്ചുകൊണ്ട് ആ അപ്പത്തെയും ആ മത്സ്യത്തെയും ആശീർവദിക്കുന്നു. അത്ഭുതകരമായിട്ട് അവ വർദ്ധിക്കുന്നു. യേശു ശിഷ്യന്മാരോടായിട്ട് പറയുന്നു, ജനക്കൂട്ടത്തെ 50 പേരുകളുള്ള ചെറിയ ചെറിയ പന്തികളായിട്ട് ഇരുത്തുവിൻ. അങ്ങനെ ഓരോ പന്തിയിലും നിങ്ങൾ ഈ ഭക്ഷണം അവർക്കായിട്ട് വിളമ്പിക്കൊടുക്കുകയും. ശിഷ്യന്മാർ യേശുവിന്റെ നിർദ്ദേശം പോലെ തന്നെ പ്രവർത്തിക്കുന്നു. എല്ലാവരും തന്നെ വളരെ സംതൃപ്തിയോടുകൂടെ രുചികരമായ ഒരു സൽക്കാരം ആസ്വദിക്കുന്ന ഒരു അനുഭവമായിരുന്നു അവർക്ക് ആ അവസരത്തിൽ ഉണ്ടായത് എന്ന് നമുക്ക് തോന്നത്തക്ക വിധത്തിലാണ് അതിന്റെ വിവരണം. സുവിശേഷകൻ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു, ജനക്കൂട്ടത്തിൽ 5000-ലധികം പേരുണ്ടായിരുന്നു എന്നാ പറയണത്. സാധാരണ ജനക്കൂട്ടത്തെ പറ്റി എണ്ണം പറയുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടുത്താറില്ല. അവരും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ വലിയൊരു ജനാവലി ആയിരിക്കണം അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അവരെല്ലാവരും ഈ 5 അപ്പവും 2 ചെറു മത്സ്യവും ഭക്ഷിച്ചതിന് ശേഷം ബാക്കി വന്നു ഭക്ഷണ സാധനങ്ങൾ എന്ന് പോലും നമ്മോട് പറഞ്ഞു തരികയാണ്. ആ ബാക്കി വന്ന ഭക്ഷണ സാധനങ്ങൾ ഒന്നും നശിപ്പിക്കാൻ, ഉപയോഗശൂന്യമായി പോകാൻ യേശു അനുവദിക്കുന്നില്ല. അതൊക്കെ യേശുവിന്റെ നിർദ്ദേശപ്രകാരം ഭദ്രമായി ശേഖരിക്കപ്പെടുന്നു. അതില്ലാത്തവർക്ക് കൊടുക്കുന്നതിനു വേണ്ടി കൂടി ആയിരിക്കാം യേശു അതിലൂടെ തന്റെ ശിഷ്യന്മാരെ പരിശീലിപ്പിക്കുന്ന പ്രക്രിയയും. എങ്ങനെയാണ് ശിഷ്യന്മാർ തന്റെ അസാന്നിധ്യത്തിൽ പോലും താൻ ഉദ്ദേശിക്കുന്ന സഭയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടത് എന്ന ഒരു ശൈലിക്കുള്ളൊരു മാതൃക എന്ന രീതിയിൽ പോലും യേശു ഉദ്ദേശിച്ചു കാണും ഇതൊക്കെ ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ ചെയ്യുമ്പോൾ എന്ന് വിചാരിക്കുന്നതിൽ അപാകതയില്ല.